നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് മൊബൈൽ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും എനിക്ക് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. ഇപ്പം എന്താണ് ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്നല്ലാതെ വിദേശത്ത് നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയാൽ ആ ഒരു സ്മാർട്ട് ഫോണിന് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കുമോ എന്നതാണ് ആ ഒരു ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് ഈ ഒരു ചോദ്യം എനിക്ക് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഒന്ന് പ്രവാസികൾക്കിടയിൽ നിന്നും, മറ്റൊന്ന് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾ വാങ്ങുന്നത് ഐഫോൺ ആണെങ്കിൽ, അതായത് ആപ്പിളിൻ്റെ ജെന്യൂൺ ആയിട്ടുള്ള ഐഫോൺ ആണെങ്കിൽ, അതായത് ഷോപ്പ് വാറണ്ടിയോ അല്ലെങ്കിൽ റീഫർബിഷോ അല്ലാത്ത ആപ്പിളിൻ്റെ ജെന്യൂൺ പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഏത് രാജ്യത്തു നിന്ന് വാങ്ങിയാലും നിങ്ങൾക്ക് ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് വാറണ്ടി ലഭിക്കും. അതേസമയം തന്നെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, ഉദാഹരണത്തിന് സാംസങ് ആയിക്കോട്ടെ, ഹുവാവി ആയിക്കോട്ടെ, LG ആയിക്കോട്ടെ, ഷവോമി ആയിക്കോട്ടെ, ഏത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണെങ്കിലും ആ ഒരു സ്മാർട്ട് ഫോണിൽ ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം പ്രവാസികൾക്കിടയിൽ നിന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സെയിൽസ്മാൻമാരെങ്കിലും ഇത്തരത്തിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്ക് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കുമെന്ന് അവർക്ക് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് കള്ളം പറയാറുണ്ട്. പക്ഷെ അതിനർത്ഥം 100% സ്മാർട്ട് ഫോണുകൾക്കും ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കുകയില്ല എന്നതല്ല. പക്ഷേ അപൂർവമായിട്ടുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കുകയുള്ളൂ. കാരണം ഉദാഹരണത്തിന് കുറച്ച് നാൾ മുമ്പ് വരെ 2-3 മോഡൽസിന് ഹുവാവി ഇന്ത്യയിൽ വാറണ്ടി കൊടുത്തിരുന്നു. പക്ഷേ അതും റെയർ ആയിട്ടുള്ള വളരെ കുറച്ച് മോഡലുകൾക്ക് മാത്രമാണ്. അതല്ലാതെ മറ്റ് ബ്രാൻഡുകൾക്ക്, ഉദാഹരണത്തിന് സാംസങ് പോലുള്ള വലിയ ബ്രാൻഡുകൾക്ക് ഇതുവരെ ഇന്ത്യയിൽ വാറണ്ടി കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നിങ്ങൾ ഗൾഫിൽ നിന്നാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ അതിലൊരു 99.9% സ്മാർട്ട് ഫോണുകൾക്കും ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കുകയില്ല. ഇനി പ്രവാസികൾക്കിടയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ്, നമുക്ക് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കില്ല എന്ന കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായ സ്ഥിതിക്ക് മറ്റ് GCC രാജ്യങ്ങളിൽ വാറണ്ടി ലഭിക്കുമോ എന്നതാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഖത്തറിൽ നിന്ന് വാങ്ങിയാൽ ഞാൻ UAE-യിലേക്കോ ബഹ്റൈനിലേക്കോ കുവൈത്തിലേക്കോ ഒമാനിലേക്കോ സൗദിയിലേക്കോ ഒക്കെ പോയാൽ അവിടെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. പക്ഷേ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം സ്മാർട്ട് ഫോണുകൾക്കും അത്തരത്തിൽ വാറണ്ടി ലഭിക്കുകയില്ല. അതായത് ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഖത്തറിൽ മാത്രമേ ആ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുകയുള്ളൂ. എങ്കിൽ ചില സമയത്ത് അല്ലെങ്കിൽ ചില മോഡലുകൾക്ക് മാത്രമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഹുവാവി, ഹോണർ, ചില സമയത്ത് ഓപ്പോയൊക്കെ നമുക്ക് ഓഫർ ഇടുന്ന കാണാം GCC വാറണ്ടി എന്നുള്ള രീതിയിൽ. അതായത് ഖത്തറിൽ നിന്നാണ് ആ ഒരു സ്മാർട്ട് ഫോൺ, ആ ഒരു ഓഫർ അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ അത് നമുക്ക് UAE-യിലോ സൗദിയിലോ ഏത് GCC രാജ്യത്ത് പോയാലും നമുക്ക് അവരുടെ ഒഫീഷ്യൽ സർവീസ് സെൻറ്ററിൽ പോയാലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രൊഡക്റ്റ് വാങ്ങിയെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതല്ല ഷോപ്പ് വാറണ്ടിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അവിടെ മാത്രം കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോയിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാക്സിമം ഞാൻ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നതിന് ഇതിലും കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ മാക്സിമം നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.